ഇന്ന് മോർണിംഗ് ഞാൻ എഴുന്നേറ്റപ്പം വീട്ടിൽ ആരുമില്ല. ഹരി ട്യൂഷന് പോയി, അമ്മ എങ്ങാണ്ടൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഒരു ശല്യങ്ങളും ഇല്ല ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ബഹളമായിരിക്കും. എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം ഗൈസ്. വോയിസ് ഓവർ കൊടുക്കണ്ട. എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. വന്നാൽ തീർന്ന് പിന്നെ വോയിസ് ഓവർ ആയിരിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ രാവിലത്തെ സമയം എത്രയെന്ന് കാണിച്ചു തരട്ടെ. സമയം 11 മണിയാകാൻ 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും ഒരു തീച്ചി വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ ഒരു കലം ചായ ഉണ്ട്. ഇങ്ങനെ 1/2 മണിക്കൂറൊക്കെ എടുത്ത് ആസ്വദിച്ച് കുടിക്കണം ഗൈസ്. ചായ എന്നുള്ളതില്ലേ, വെളിയിൽ മഴ ഉണ്ട് ഗൈസ്. ചായ എന്നുള്ളത് നല്ലൊരു വികാരമുള്ള സാധനമാണ്. ഓ ഷിറ്റ്, എൻ്റെ വോയിസിൽ ഇനി മഴയുടെ ശബ്ദം, പിന്നെ ഇവിടെ വണ്ടി എങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം എന്തായാലും കാണും. മെയിൻ റോഡാണ്. ഇനിയിപ്പോൾ മഴയുടെ ശബ്ദം കാണും ഗൈസ്. രാവിലെ തിന്നാൻ ഒന്നുമില്ല എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണം. വേറെ ആർക്കും അറിയാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു പറാട്ട അപ്പം എന്നൊക്കെ പറയാം. മുഖത്തൊക്കെ മാവിരിപ്പോട്ട്, അതാണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. മാവ് ലേശം എൻ്റെ വീഡിയോസിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത് ഗൈസ്. ഞാൻ അറിയാണ്ട് കഴിക്കണ സമയത്ത് ഫാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഫാനിൻ്റെ അരപ്പ്, അപ്പോൾ വോയിസ് ഓവർ ഇട്ടാലേ പറ്റത്തുള്ളൂ. ഒരു ക്ലിപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൈദ മാവിലാണ് ഉണ്ടാക്കിയത്. ലുക്ക് മാത്രമേ പൊട്ടായിട്ടുള്ളൂ. നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഈ കൂട്ടക്സ് ഈ കയ്യിൽ ഇടാൻ പോകുന്നു. ഇതിൽ വേറൊരു കളറായിരുന്നു ഞാൻ കാണിച്ച. ഈ കളർ കണ്ടോ, ഇതായിരുന്നു ഇപ്പുറത്തെ കളർ. എനിക്ക് പ്രാന്തായി 2 കയ്യിൽ 2 സാധനം ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കുട്ടക്സ് ഇതിലോട്ട് ഇടാൻ പോവാണ് ഗൈസ്. കമോൺ നമുക്ക് കുട്ടക്സ് ഇടാം. സ്വല്പം ഇങ്ങോട്ട് ഇടിക്കുക. ആക്ച്വലി എനിക്ക് ഈ കൈ വെച്ച് ഇപ്പുറത്തെ കൈ ഇടാൻ ഇച്ചിരി ടാസ്ക്കാണ് ഗൈസ്. നമുക്കത് നടുവിരലിലിടാം ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യൂട്ടക്സ് ഇടാനൊന്നും അറിഞ്ഞുകൂടാ. എന്തിനു വീണ്ടിത്തിളക്കി. ആക്ച്വലി ഒരു കഴിവുമില്ല ഗൈസ്. ഇങ്ങനെ ഒരു കഴിവില്ലാണ്ട് എന്തൊക്കെയോ പണിയെടുത്ത് പോകുന്നു. ഇച്ചിരി നമ്മൾക്ക് അടച്ച് വയ്ക്കണം. ഞാൻ രാവിലെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരി വന്നു കേട്ടോ. പിന്നെ ഉച്ച തൊട്ട് വോയിസ് ഓവറേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഭയങ്കര അലമ്പാണ് വീട്ടിൽ, ഭയങ്കര ബഹളമാണ്. ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. ഇന്ന് ചോറ് തൊട്ടിട്ടേ ഇല്ല. ഫുൾ കാപ്പി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുളിമുട്ടായി കഴിച്ചു. പുളിമുട്ടായി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. പുളിമുട്ടായിയൊക്കെ നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഇന്ന് കൊണ്ട് എല്ലാം ഗതമായി ഗൈസ്. പിന്നെ കിടന്നുകൊണ്ട് നിന്നപ്പോൾ ഹരി മഞ്ചു കൊണ്ടുവന്നു. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ക്രീം ബണ്ണും കട്ടൻ കാപ്പിയും കുടിച്ചു. ഞാൻ തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ബ്രൂണോ ഇങ്ങനെ കൊയി നോക്കിക്കൊണ്ടിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് അവനും പിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് ടപ്പട സമയം പോയി. രാത്രി പെട്ടെന്നായി. രാത്രി ഫുഡ് ഉണ്ടാക്കൽ എൻ്റെ പണിയായിരുന്നു. മസാല ദോശയാണ് ഉണ്ടാക്കിയ കേട്ടോ. മസാലയ്ക്ക് ലേശം സ്വല്പം ഉപ്പ് കൂടിപ്പോയി ഗൈസ്. വേറൊന്നും പറ്റിയിട്ടില്ല. അതിന് എൻ്റെ അമ്മ ഇനി പറയാനൊന്നുമില്ല. അമ്മ ഇച്ചിരി ഉപ്പ് കൂട്ടിയിടുവാണെങ്കിൽ ആഹാ. ഞാൻ ഇപ്പോൾ ഉപ്പ് കൂട്ടിയിട്ടപ്പോൾ ഓഹോ. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനത്തെ അമ്മ? എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.